എന്തിനാണ് നിങ്ങൾ ആശുപത്രി നടത്തുന്നത്? പഠിച്ചിട്ടാണോ ഡോക്ടറായത്? എന്ത് വിശ്വസിച്ചാണ് നീ ഇങ്ങോട്ട് വരുന്നത്? പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്താ ഡോക്ടർ മനോജ്, ആകെ ടെൻസ്ഡ് ആണല്ലോ. എനി പ്രോബ്ലം? ഡോക്ടർ സെലിനോ, ഇരിക്കും സിസ്റ്ററെ. ഞാൻ കുറച്ചു നാൾ മുമ്പ് ഒരു പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഒരു ആലീസ്? ഓ യെസ്, ഞാൻ ഓർക്കുന്നുണ്ട്. അടുത്ത മാസം ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരുന്ന സ്ത്രീയല്ലേ? അതെ. ബട്ട് സീ ദിസ്. അൺബിലീവബിൾ. ഇതിൽ അങ്ങനെ ഒരു ഗ്രോത്ത് കാണുന്നേയില്ലല്ലോ. അതെ, പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് മറ്റൊരു ഹോസ്പിറ്റലിൽ സെക്കൻഡ് ഒപ്പീനിയന് പോയിട്ടുണ്ട്. എന്റെ ഡയഗ്നോസിസിൽ വന്ന വിടവാണെന്ന് വിചാരിച്ച് അവരുടെ മകൾ നല്ല ദേഷ്യത്തിലാണ്. അമ്മ ഇവിടെ ഇരിക്ക്, ഞാനിപ്പോ വരാം. യെസ്, കമ്മിങ്. ജ്യോതിയോ, ഇരിക്കൂ. ഞാൻ ഇരിക്കാൻ വന്നതല്ല, കുറച്ച് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ വന്നതാണ്. അമ്മ പറയും പോലെ ഇതൊരു മിറക്കിളാണെന്ന് വിശ്വസിക്കാൻ മാത്രം ഞാനൊരു വിഡ്ഢിയല്ല. ഞങ്ങൾ സാധാരണക്കാർ നിങ്ങളെ പോലുള്ളവർ അർപ്പിക്കുന്ന വിശ്വാസം, അതാണ് നിങ്ങൾ തകർത്തത്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മോളെ, നീ ഇവിടെ ഇരിക്ക്. ജ്യോതി, ഇതിനെന്തു മറുപടി പറയണമെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ഡോക്ടർ? മോളെ, നീ സമാധാനിക്ക്. സിസ്റ്ററിന് അതൊക്കെ പറയാം. കഴിഞ്ഞ 2 ആഴ്ച ഞാനാണ് ഈ തീരുന്നത്. അമ്മേ, ടിഫിൻ. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം മോളെ, കുട്ടികളെ പഠിപ്പിക്കേണ്ടതല്ലേ. വേണ്ട അമ്മേ, ഇപ്പൊ തന്നെ താമസിച്ചു. കോളേജിൽ എത്താൻ വൈകും. മോളെ, അമ്മേ, അമ്മേ, എന്തു പറ്റിയമ്മേ? എന്തു പറ്റിയമ്മേ? അമ്മേ, അമ്മേ. ഒരു ദിവസം കൂടി ഒബ്സർവേഷനിൽ കിടക്കട്ടെ, അത് കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. പക്ഷേ എന്തായാലും ഓപ്പറേഷൻ വേണ്ടി വരും, അതില്ലാതെ പറ്റില്ല. 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി സ്കാൻ ചെയ്തിട്ട് ഡേറ്റ് തീരുമാനിക്കാം. ഓക്കെ ഡോക്ടർ. ഹലോ ട്രീസ മിസ്സേ, ഞാൻ 2 ദിവസം കൂടി ലീവാണേ. ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് അറിയിച്ചേക്കാവോ? അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് ജ്യോതി? സ്കാനിംഗ് റിപ്പോർട്ടിൽ തലയിൽ ഒരു ട്യൂമർ ഉണ്ട്. ഇവിടെ അഡ്മിറ്റാ. ഓപ്പറേഷൻ എന്തായാലും വേണ്ടിവരുമെന്നാ ഡോക്ടർ പറഞ്ഞത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നീ വിഷമിക്കാതെ, നമുക്ക് പ്രാർത്ഥിക്കാം. ട്രീസ പ്ലീസ്, പ്രാർത്ഥനയുടെ കാര്യം നീ എന്നോട് പറയരുത്. ഓ സോറി, നിനക്കതിലൊന്നും വിശ്വാസമില്ലല്ലോ. സോറി. ഇപ്പൊ എങ്ങനെയുണ്ട് ജോസിയേട്ടാ? വേദനയൊക്കെ കുറവുണ്ടോ? ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഡോക്ടറെ, ഒരു രക്ഷയില്ല. വീട്ടുകാരത്തി ഉണ്ടായിരുന്നപ്പോൾ ആകുന്നത് പറഞ്ഞാൽ ഇനി വെള്ളമടിക്കാൻ പോകരുത്. അന്നൊന്നും ഞാനത് വകവച്ചില്ല. ഇപ്പം ഞാനതിൻ്റെയൊക്കെ അനുഭവിക്കുന്നത്. ജോസിയേട്ടൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. മരുന്ന് കൃത്യമായി കഴിക്കണം. ഇത് കയ്യിൽ വെച്ചോ. ജോസിയേട്ടന് വിശ്വാസമുണ്ടെങ്കിൽ ഇത് ജോസിയേട്ടൻ്റെ ജീവിതത്തിൽ ഇടപെടും. ശരി ഡോക്ടറെ. മോളെ മരിയേ, എനിക്ക് കുറച്ച് പേപ്പറും ഒരു പേനയും വേണം. ഇതെൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ. ഡോക്ടർ എന്തു പറഞ്ഞു മോളെ? 2 ദിവസം കൂടി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാന്നാ അമ്മേ പറഞ്ഞത്. ഒന്നുകൂടി സ്കാൻ ചെയ്യേണ്ടി വരും. ചെറിയൊരു ഗ്രോത്ത് ഉണ്ട്. ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാം. ഓക്കെ മോളെ.
എല്ലാം എടുത്തല്ലോ അല്ലേ? ഇതെന്താ ഇത്? നോക്കട്ടെ. എവിടുന്ന് കിട്ടി? ഇനി ഇതിന്റെ കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നീയല്ലേ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? നിനക്ക് എന്ത് പറ്റിയെന്ന് ഞാനും ഓർത്തായിരുന്നു. ഞാനോ? അമ്മയ്ക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ആ ഭിത്തി മുഴുവൻ വൃത്തികേടാക്കാനായിട്ട്. ഇതിവിടെ ഇരുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. അതവിടെ ഇരുന്നത് കൊണ്ട് ലാഭവും ഇല്ലല്ലോ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇതെന്റെ കയ്യെ കിട്ടിയത് മുതൽ എനിക്ക് നല്ല ധൈര്യമാ. നീ കൊണ്ട് ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരില്ല. അമ്മ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? എനിക്കൊന്നും പറയാനില്ല. അമ്മേ, ഞാൻ ആ ജോസിയേട്ടന്റെ വീട് വരെ പോയിട്ട് വരാവേ. ഈ പേപ്പർ കോളേജിൽ കൊടുക്കാനുള്ളതാ. ആ, വേഗം വന്നേക്കണേ. ആ ശരി. ജോസിയേട്ടാ. അല്ല, ഇതാരും ജ്യോതിമോളോ? ഇപ്പൊ ഈ വഴിയൊന്നും കാണാറില്ലല്ലോ. കോളേജിൽ നല്ല തിരക്കാ. ആശുപത്രി കേസും കൂടി ആയപ്പോ പൂർത്തിയായി. മരി എന്തിയേ? അവളിപ്പോ കുളിക്കാൻ കയറിയതേ ഉള്ളൂ. സാരമില്ല, ഇത് ട്രീസാമിസിനൊന്ന് കൊടുത്താ മതി. ആ, അവിടെ വെച്ചോ, ഞാൻ പറഞ്ഞേക്കാം. ഇതെന്തായി എഴുതുന്നേ? അപ്പൊ ജോസേട്ടൻ നന്നാവാൻ തീരുമാനിച്ചോ? ആ എന്നാ ഞാൻ പോയേക്കുവാ, പിന്നെ വരാം. ശരി ശരി. ഇയാൾക്ക് വട്ടായോ? മോളെ, സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് പറയാറില്ലായിരുന്നോ കർത്താവ് എന്നെ സുഖപ്പെടുത്തുമെന്ന്? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ആ റിസൾട്ട് ഒന്ന് നോക്കട്ടെ. ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞ് ചികിത്സിച്ചവര് തന്നെ പറയുന്നു ഇപ്പൊ ഒരു കുഴപ്പമില്ലെന്ന്. നമ്മളെന്നാ പൊട്ടന്മാരാ? ഈ നാട്ടിൽ വേറെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. വാ, നമുക്ക് പോവാം. എക്സ്ക്യൂസ് മീ. അല്ല, ഇത് ആരൊക്കെയാ? എങ്ങനെയുണ്ട് ജോസിയേട്ടാ വേദനയൊക്കെ? വേദന എനിക്ക് നല്ലപോലെ കുറഞ്ഞു ഡോക്ടറെ. ഡോക്ടർക്ക് എങ്ങനെ നന്ദി പറയുമെന്ന് അറിയില്ല. ഡോക്ടറെ, ചാച്ചനിപ്പോ കുടിക്കാറേ ഇല്ല. ചാച്ചൻ അസുഖം പൂർണ്ണമായി മാറിയെന്നാ ചാച്ചൻ പറയുന്നത്. എനിക്ക് ശരിക്കും സുഖമായ ഡോക്ടറെ. ദൈവത്തിന് സ്തുതി. ജോസിയേട്ടൻ നല്ലതുപോലെ സൂക്ഷിക്കണം. ഇനി കുടിക്കാൻ ഒന്നും പോയേക്കരുത്. എന്നാൽ ഞങ്ങൾ മാറിക്കോളാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ, ആലിസ് ചേച്ചി ഇരിക്കെ. ഡോക്ടറെ, എന്റെ മോൾ അവിവേകം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അവൾക്ക് ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമില്ല. ഡോക്ടറെ എങ്കിലും വിശ്വസിക്കണം കേട്ടോ. ഡോക്ടറെ, ഇതാ ഈ മരുന്ന് എന്നെ സുഖപ്പെടുത്തിയത്. വാ മോളെ, ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട, വിശക്കുന്നില്ല. മോളെ, നമ്മൾ 2-3 ആശുപത്രിയെ കാണിച്ചതല്ലേ. എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, ഇതൊരു അത്ഭുതമാണെന്ന്. ഇനിയെങ്കിലും നിനക്കൊന്ന് വിശ്വസിച്ചുകൂടെ? ദൈവത്തിന് മുമ്പിൽ തോൽക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജയിക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ തോൽക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജയിക്കുന്നത്. ഡോക്ടറെ. ആ, ഇതാര് ജ്യോതിയോ? ഡോക്ടർ, അപ്പോൾ വന്ന ദേഷ്യത്തിന് ഞാൻ കുറച്ച് റൂഡായി പെരുമാറി. സോറി.
ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അമ്മ പറഞ്ഞതൊക്കെ ഡോക്ടർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഞാനും വലിയ വിശ്വാസമുള്ള ആളൊന്നും ആയിരുന്നില്ല. ബട്ട് ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് നൗ ഐ ആം ഫോഴ്സ്ഡ് ടു ബിലീവ്. ഒരു പക്ഷേ ഇത് വെറും കടലാസ് കഷ്ണങ്ങളല്ലായിരിക്കാം. ഇതിന് സൗഖ്യം നൽകാൻ കഴിയുമായിരിക്കും. ശരിയാ, സൗഖ്യം മാത്രമല്ല, ജീവൻ പകരുന്ന ദൈവവചനമാണിത്. ഇത് ജീവനുള്ള കടലാസ് കഷ്ണങ്ങളാണ്.